നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇത്രയും പ്രശസ്തനായിട്ടും മറ്റൊരു സിനിമാ താരത്തിനും പറ്റാത്ത അപമാനമാണ് അല്ലു അർജുന് കിട്ടിയത്. പുഷ്പ 2 പ്രദർശനത്തിനിടെ തിക്കിലും തിരക്കിലും പെട്ട യുവതി മരിച്ച സംഭവത്തിൽ രാഷ്ട്രീയ നേതാക്കളുടെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി നടൻ അല്ലു അർജുൻ രംഗത്തെത്തി. തെറ്റായ വിവരങ്ങളാണ് പ്രചരിക്കുന്നത് എന്നും ഈ ആരോപണങ്ങളെല്ലാം തന്നെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നും നടൻ പ്രതികരിച്ചു. ഒരുപാട് തെറ്റായ വിവരങ്ങൾ എല്ലായിടത്തും എത്തുന്നുണ്ട്. ഞാൻ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിനെയോ പാർട്ടിയെയോ മറ്റാരെങ്കിലുമോ കുറ്റപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഈ ആരോപണങ്ങളെല്ലാം വ്യക്തിഹത്യയാണ്, അപമാനിക്കപ്പെടുത്തുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ദയവായി നിങ്ങൾ എന്നെ വിലയിരുത്തരുത്. അന്ന് സംഭവിച്ച കാര്യത്തിൽ ഞാൻ വീണ്ടും മാപ്പ് ചോദിക്കുന്നു എന്നാണ് അല്ലു അർജുൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. തിയേറ്റർ മാനേജ്മെന്റാണ് അനുവാദം വാങ്ങിയത്. പോലീസ് വഴിയൊരുക്കിയതോടുകൂടിയാണ് ഞാൻ അകത്തേക്ക് പ്രവേശിച്ചത്. ഞാൻ നിയമം അനുസരിക്കുന്ന പൗരനാണ്. അനുമതിയില്ല എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ തിരിച്ചു പോകുമായിരുന്നു. ഞാനൊരു റോഡ് ഷോയും നടത്തിയിട്ടില്ല. ഒരു പോലീസുകാരനും എന്നോട് അവിടെ നിന്ന് പോകാൻ പറഞ്ഞിട്ടുമില്ല. നിയന്ത്രിക്കാൻ കഴിയാത്തത്ര ആൾക്കൂട്ടമുണ്ടെന്നും അവിടെ നിന്ന് പോകണമെന്നും എന്നോട് എന്റെ മാനേജറാണ് പറഞ്ഞതെന്നും അല്ലു അർജുൻ വ്യക്തമാക്കി. പോലീസ് അനുമതി നിഷേധിച്ചിട്ടും ഡിസംബർ 4-ന് സന്ധ്യ തിയേറ്ററിൽ നടന്ന പുഷ്പ 2 എന്ന ചിത്രത്തിന്റെ പ്രീമിയർ ഷോയിൽ അല്ലു അർജുൻ പങ്കെടുക്കുകയായിരുന്നുവെന്നാണ് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ ആരോപണത്തിന് പിന്നാലെയാണ് നടന്റെ പ്രതികരണം. അപ്രതീക്ഷിതമായി അല്ലു അർജുൻ തിയേറ്ററിലെത്തിയതിനെ തുടർന്നുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 35 വയസ്സുള്ള യുവതി മരിച്ചിരുന്നു. ഇവരുടെ 8 വയസ്സുകാരനായ മകൻ ഗുരുതര പരിക്കുകളോടുകൂടി ആശുപത്രിയിൽ ചികിത്സയിലാണ്. തിയേറ്ററിലേക്ക് വന്നപ്പോഴും പുറത്തേക്ക് പോയപ്പോഴും തന്റെ കാറിന്റെ സൺറൂഫിലൂടെ അല്ലു അർജുൻ ആരാധകരെ അഭിവാദ്യം ചെയ്തിരുന്നുവെന്നും താരത്തെ ഒരു നോക്ക് കാണാനായി ആരാധകർ തിക്കിലും തിരക്കിലും കൂട്ടിയതോടെ അപകടം സംഭവിക്കുകയായിരുന്നുവെന്നും രേവന്ത് റെഡ്ഡി വ്യക്തമാക്കിയിരുന്നു. യുവതിയുടെ മരണശേഷവും തിയേറ്റർ വിടാനിരുന്ന അല്ലു അർജുനെ പോലീസ് നിർബന്ധിച്ചാണ് പുറത്തിറക്കിയത് എന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തിരുന്നു. AIMIM MLA അക്ബറുദ്ദീൻ ഉവൈസിയും അല്ലു അർജുനെതിരെ രംഗത്തെത്തിയിരുന്നു. ദാരുണ സംഭവത്തിൽ ഉത്തരവാദിത്തമില്ലാത്ത പെരുമാറ്റമാണ് നടന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നും ഇക്കാര്യം നടനെ അറിയിച്ചപ്പോൾ ഇനി ഏതായാലും സിനിമ ഹിറ്റായിക്കോളും എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണമെന്നും അക്ബറുദ്ദീൻ ആരോപിച്ചിരുന്നു. ഡിസംബർ 4-ന് സന്ധ്യ തിയേറ്ററിലാണ് ദാരുണ സംഭവം ഉണ്ടായത്. ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാനുള്ള യാതൊരു വിധത്തിലുമുള്ള മുൻകരുതലുകളും തിയേറ്ററിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നും പോലീസ് വ്യക്തമാക്കുന്നു. ഇതിന് പിന്നാലെ അല്ലു അർജുനെയും തിയേറ്റർ ഉടമയെയും മാനേജരെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഒരു രാത്രി ജയിലിൽ കഴിയേണ്ടി വന്ന അല്ലു അർജുൻ ഇടക്കാല ജാമ്യത്തിൽ പുറത്തിറങ്ങുകയായിരുന്നു. അതേസമയം പുഷ്പ 2 സിനിമയുടെ പ്രചാരണത്തിന്റെ തിക്കിലും തിരക്കിലും സ്ത്രീ മരിച്ച സംഭവത്തിൽ തെലുങ്ക് സൂപ്പർ താരം അല്ലു അർജുനെ കുറ്റപ്പെടുത്തി തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി എത്തിയതാണ് ഇപ്പോൾ പ്രതികരണവുമായി അല്ലു അർജുൻ എത്താനുള്ള പ്രധാന കാരണം.